ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ലിപ് ബാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ടിൻറ്റഡ് ലിപ് ബാമാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് ബാം എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ലോങ് വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ആദ്യമേ തന്നെ നമ്മളിവിടെ ഒരു പോക്കറ്റ് സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്കെയിലിൽ നമുക്കൊരു ചെറിയ ഗ്രാം പോലും അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കെയിൽ എടുക്കണമായിരിക്കും നല്ലത്. അതിലേക്ക് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഇതാണ് ബീസ് വാക്സ്. ഇത് ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിനെ തേനീച്ച മെഴുകെന്ന് പറയും. ഇത് അൺറിഫൈനഡും ഉണ്ട്, റിഫൈനഡും ഉണ്ട്. ഞാനിപ്പോൾ റിഫൈനഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ലിപ്സിനെ നല്ല സ്മൂത്ത് ടെക്സ്ചറിലോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ല ഗ്ലോസി ഫിനിഷിങ് നൽകാനൊക്കെ ആയിട്ടും ഈ ഒരു ബീസ് വാക്സ് നല്ലതാണ്. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അത് ഏകദേശം ഞാനൊരു 10 ഗ്രാം ബീസ് വാക്സ് എടുത്ത് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ട് അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് കൊക്കോ ബട്ടറാണിത്. ഈ ഒരു കൊക്കോ ബട്ടർ നമ്മൾ ഉപയോഗിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക് ബട്ടേഴ്സിൽ മെയിനായിട്ടും വരുന്ന ബട്ടേഴ്സുകളാണ് കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, മാംഗോ ബട്ടർ. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബട്ടർ കൊക്കോ ബട്ടറാണ്. ഈ ഒരു കൊക്കോ ബട്ടറിൽ വിറ്റാമിൻ എ, ആൻറ്റി ഇ അധികമായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മോയ്സ്ചർ റീസ്റ്റോർ ചെയ്യാനും സഹായകപ്രദമാണ് ഈ ഒരു കൊക്കോ ബട്ടർ. അപ്പോൾ ഈ ഒരു കൊക്കോ ബട്ടർ നമ്മൾ ഏകദേശം ഒരു 7 ഗ്രാമിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ടയർ അമർത്തുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് കരിയർ ഓയിൽസാണ് ചേർക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ഓയിലുകൾ നമുക്കിപ്പോൾ ഇതിലൊക്കെ അവൈലബിൾ ആണ് ലിപ് ബാമൊക്കെ മേക്ക് ചെയ്യാനായിട്ട്. കോക്കനട്ട് ഓയിലാണെങ്കിലും ജോജോബ ഓയിൽ, അതുപോലെ തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, പിന്നെ ബ്ലാക്ക് സീഡിൻ്റെ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോക്കനട്ടിൻ്റെ ഓയിലാണ്. ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മുടെ ലിപ്സിന് വളരെയധികം നല്ലതാണ്. 12 ഗ്രാം കോക്കനട്ട് ഓയിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ടയർ അമർത്തുന്നുണ്ട്. അടുത്ത ഓയിൽ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ആൽമണ്ട് ഓയിലാണ്. ഈ ഒരു ആൽമണ്ട് ഓയിലും നമ്മുടെ ലിപ്പിന് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു 19 ഗ്രാം ആൽമണ്ട് ഓയിലും കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഓയിൽ മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബേസ് വാക്സ്, കൊക്കോ ബട്ടർ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ. ഈ ഒരു 4 ഐറ്റമാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ഐറ്റംസ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മളിപ്പോഴും സോപ്പൊക്കെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കില്ലേ, ആ ഒരു സെയിം രീതി തന്നെയാണ് ഈ വാക്സുകളും അതുപോലെ തന്നെ ഓയിൽസും നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഫ്ലെയിം അധികം കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനത്തെ നമ്മുടെ ആ ഒരു ബട്ടേഴ്സും അതുപോലെ തന്നെ ഓയിൽസും എല്ലാം നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ഒരു മിക്സിങ് നല്ല രീതിയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഒഴിക്കാനുള്ള ഒരു ലിപ് ബാമിൻ്റെ കണ്ടെയ്നറും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 8 ഗ്രാമിൻ്റെ ലിപ് ബാമിൻ്റെ കണ്ടെയ്നറാണ്. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ആദ്യമേ നമ്മൾ ചേർക്കുന്നത് 1-2 ഡ്രോപ്സിൻ്റെ അടുത്ത് വിറ്റാമിൻ ഇയുടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഓയിലും നമ്മുടെ ലിപ്സിന് വളരെയധികം നല്ലതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് കളറാണ് കേട്ടോ. ടിൻറ്റഡ് ലിപ് ബാം എന്ന് പറയുമ്പോൾ നമ്മളതിൽ കുറച്ച് കളർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കളറൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതായത് റെഡോ പിങ്കോ അല്ലെങ്കിൽ ബ്രൗണോ മെറൂണോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കളറും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല കളറായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഈ ഒരു ലിപ് ബാം സെറ്റായി വരുമ്പോൾ ഇത്രയും കളറൊന്നും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ ഒരു 2 ഐറ്റമാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ലിപ് ബാം എന്ന് പറയുമ്പോൾ ചെറിയൊരു ലൈറ്റൊരു സ്മെല്ലും കൂടെ വേണമല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് സ്മെല്ലും കൂടെ ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ സോപ്പിൽ അങ്ങനെ അതിലൊന്നും ചേർക്കുന്ന സ്മെല്ലുകളും അതുപോലെ തന്നെ കളറുകളൊന്നും ഇതിൽ ആഡ് ചെയ്യരുത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ലിപ്പിലൊക്കെ ചേർക്കുന്ന ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ലിപ്പ് ഫ്ലേവറായിട്ടുള്ള ഓയിലുകളും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള കളറുകളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓൺലൈനിലോ, അല്ലെങ്കിൽ നമുക്ക് കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന കടകളുണ്ടാവുമല്ലോ, അവിടേക്ക് നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇത് മാത്രം ചേർക്കുക.
നമ്മൾ ഈ ലിപ് ബാം ഒഴിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും മെത്തിച്ച് ഒഴിക്കരുത്. അതിൻ്റെ മുകളിൽ ഒരു ലിഡും കൂടെ വരുന്നുണ്ട് വൈറ്റ് കളർ. അപ്പോൾ അതും കൂടെ ഇടാനുള്ളൊരു സ്പേസ് ഇട്ടിട്ട് വേണം ആ ഒരു മിക്സിങ് ഒഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ 4 ആ ഒരു ലിപ് ബാമിൻ്റെ എംറ്റി കണ്ടെയ്നറാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം കൂടെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ നമുക്ക് 6 ലിപ് ബാമാണ് ഇവിടെ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഇത് സെറ്റ് ആവാനായിട്ട് വെക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പം നല്ല കളറുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ലിപ് ബാം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കളർ നോക്കി, ഒരു പിങ്ക് കളർ മാതിരിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒഴിച്ച് വെച്ച ടൈമിൽ നല്ല ഡാർക്ക് റെഡും അത് സെറ്റായി വന്നപ്പോൾ ഒരു ലൈറ്റ് പിങ്കും ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഡ്രൈ ലിപ്പ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ്. ഇതിൽ നമ്മൾ ലിപ്പ് ഫ്ലേവർ ആയിട്ടുള്ള ഓയിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതേ നമ്മുടെ ലിപ് ബാമൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ഷെയ്ഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മേക്ക് ചെയ്ത എല്ലാ ലിപ് ബാമും നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് കയ്യിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത്രയും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ലിഡും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി ജസ്റ്റ് കവറിലാക്കി പാക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ക്യാപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ ലിഡും കൂടെ ഇതാണ് കേട്ടോ പറഞ്ഞ ഒരു ലിഡ്, ആ ഒരു ലിഡും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ സോപ്പാണെങ്കിലും അതുപോലെ തന്നെ ഫേസ് വാഷ്, ഷാമ്പു ആണെങ്കിലും ഡിറ്റർജൻറ്റ്, അതുപോലെ തന്നെ ക്ലോത്ത് വാഷ് ലിക്വിഡ്, സോപ്പ് ഓയിലുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ ഒരു ലിപ് ബാം. അതപ്പോൾ നമ്മുടെ ലിപ് ബാമിൻ്റെ കളർ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മുടെ ലിപ് ബാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേക്ക് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ജസ്റ്റ് മേക്ക് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് റീസെല് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയും നമ്മുടേന്നോ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ ലിപ് ബാം മാത്രമല്ല കേട്ടോ, ഫേസ് വാഷ്, അതുപോലെ ഷാമ്പു, സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ഗ്ലിസറിൻ ബേസുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. ജെല്ലുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.